അച്ഛൻ അത് ചെയ്തുകൂടായിരുന്നോ? അതൊന്നും പറ്റില്ല മോളെ. അങ്ങനെ പറഞ്ഞ സെക്യൂരിറ്റി പണിന്ന് വരെ അവൻ എന്നെ പിരിച്ചുവിടും. അതുകൊണ്ടാണ് അച്ഛൻ തർക്കിക്കാനൊന്നും പോകാത്തത്. ഈ വരുമാനം കൂടെ നിലച്ചാൽ ആകെ പെട്ടുപോകും. ഈശ്വര, എനിക്ക് വേണ്ടി സിമന്റ് ഇറക്കിയ സെക്യൂരിറ്റി എൻ്റെ അച്ഛനായിരുന്നോ? എൻ്റെ അച്ഛൻ അടിക്കാനായിരുന്നോ ഞാൻ കയ്യോങ്ങിയത്? എൻ്റെ അച്ഛൻ സെക്യൂരിറ്റി ആയിട്ട് അവിടെ ജോലി ചെയ്യുന്നത് എൻ്റെ വീട് പണിക്ക് തടസ്സമാവും. പ്രകാശനെന്നും സ്വന്തം ലക്ഷ്യമാണ് വലുത്. മോളെ എണീക്കേ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. മോളെ, അങ്കിളിന്റെ നെഞ്ചത്താണോ കിടക്കുന്നേ? എണീക്കേ. വേണ്ട, ആള് നല്ല ഉറക്കത്തില്ല, ഉണർത്തണ്ട. ഇന്നലെ പനി കാരണം നല്ല ഉറക്കം കിട്ടിയില്ല. പനി നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട്. ചായ. അങ്ങനെ ഒന്ന് ഫ്രഷ് ആയിട്ട് എനിക്ക് പുറത്തേക്കൊന്ന് പോകണം. മോക്ക് ചൂടെങ്ങാനും കൂടുകയാണെങ്കിൽ വിളിച്ചാൽ മതി. രാവിലെ ജഗനെങ്ങോട്ടാ? ജീവിക്കണമെങ്കിൽ പണം വേണം. ഞാൻ എന്തെങ്കിലും ഒരു ജോലി കിട്ടുമെന്ന് നോക്കട്ടെ. എന്ത് ജോലി ജഗൻ നോക്കുന്നത്? അങ്ങനെ ഇന്ന ജോലി എന്ന് പറഞ്ഞ് സെലക്ട് ചെയ്യാൻ അതിനുള്ള യോഗ്യത ഒന്നും ഇല്ലല്ലോ. കിട്ടുന്ന ജോലി എന്തായാലും അത് ചെയ്യും. ഇനി ആ കാര്യത്തിൽ കുലമഹിമയും സ്റ്റാറ്റസും നോക്കിയിട്ട് ഒരു കാര്യമില്ല. ജഗ, ഇപ്പോ ഒന്നും വേണ്ട എന്ന് തോന്നുന്നുണ്ടോ? എന്ത്? എന്റെ കഴുത്തിൽ ഞാൻ പോലും അറിയാതെ താലി കെട്ടി ഒപ്പം കൂടെ കൂട്ടണ്ടായിരുന്നു എന്ന്. ഏയ്, ഇതൊക്കെ കുറച്ചുകൂടെ മുന്നേ ആകായിരുന്നു എന്ന് തോന്നി. ജോലി ചെയ്ത് ജീവിക്കുന്നത് ഒരു സുഖവിദ്യ. അതിനർത്ഥം ഞാൻ ജോലി ചെയ്യുന്നില്ലെന്നല്ലേ? ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. പറഞ്ഞു. ഒന്ന് നിർത്തുന്നുണ്ടോ? വർക്ക്ഷോപ്പാണെന്നൊന്നും ഞാൻ നോക്കില്ല. ഒന്ന് വെച്ച് തന്നാണ്ടല്ലോ. അപ്പച്ചി, ആ നിൽക്കുന്ന ചെറുപ്പക്കാരനെ കണ്ടിട്ട് ജഗനെ പോലില്ലേ? ഒന്ന് കൂടി. ഈ വർക്ക്ഷോപ്പിലെ കരി പിടിച്ച വണ്ടിക്കടയിലാണോ ജഗനെ കാണുന്നത്? നിന്റെ കണ്ണിനെന്താ തിമിരം ബാധിച്ചോ? എന്റെ കണ്ണിനല്ല കുഴപ്പം, അപ്പച്ചിയുടെ കണ്ണിന്.
അപ്പച്ചി സംശയിക്കണ്ട, അത് ജഗൻ തന്നെയാ. ജഗ, എടാ ജഗ,